ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ബ്രൈഡ് നെജ്മീൻ്റെ മെഹന്തി ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവൻ്റെ ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ പൊന്തമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വർക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു, സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെയർ വാങ്ങിച്ചിട്ടുള്ളത് കൊച്ചിയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഷോപ്പിൻ്റെ പേരറിയില്ല. അതിന് 9,000 സംതിങ് ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളവിടെ ചെന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് നെജ്മി. നമ്മൾ ആദ്യം തന്നെ ആൾക്ക് ലെൻസ് വെച്ച് കൊടുക്കുകയാണ്. ഈസി ആയിരുന്നു ലെൻസ് വെക്കാൻ വേണ്ടി, കാരണം വലിയ കണ്ണൊക്കെ ആയതുകൊണ്ടും അതുപോലെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് പ്യൂർ ഹേസലാണ് കേട്ടോ ആൾക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലെൻസൊക്കെ വെച്ചു. നമ്മൾ ലെൻസ് ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ലെൻസ് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ മാക്കിൻ്റെ പ്രെപ്പ് പ്ലസ് പ്രൈം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രെപ്പ് പ്ലസ് പ്രൈം സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ, ഫിക്സിങ് സ്പ്രേ അല്ല, സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മളൊരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രെപ്പ് പ്ലസ് പ്രൈമാണ്, പ്രെപ്പ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അവിടെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആകെ ഒരു മഞ്ഞപ്പായിരുന്നു നമ്മൾ വീഡിയോസ് എടുക്കുമ്പം ലൈറ്റ് ശരിയാവാനായിട്ട്. പിന്നെ നമ്മൾ ആ ഒരു ലൈറ്റ് തന്നെ എടുത്തു, കാരണം നമുക്ക് പിന്നെ അത് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചെന്ന് ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തു. ഐബ്രോ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ എന്തായിരുന്നു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടാർട്ടിൻ്റെ കൺസീലറും ടു ഫേസിൻ്റെ കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ ആൾക്ക് ഐ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഐ കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ബ്ലെൻഡർ യൂസ് ചെയ്ത് തന്നെയാണ് പൗഡർ സെറ്റിങ്ങും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഷെയ്ഡിനെക്കാട്ടിലും ലൈറ്റ് ഷെയ്ഡ് വേണം നമ്മൾ കണ്ണ് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 1-2 ഷെയ്ഡ് ലൈറ്റർ. പിന്നെ ഒത്തിരി ഡാർക്കണായിട്ടുള്ള ഐസിൻ്റെ, ചിലർക്ക് ഐസിൻ്റെ ഒരു ഏരിയ ഭയങ്കര ഡാർക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡാർക്ക് കളർ കൺസീലർ യൂസ് ചെയ്തൊന്ന് കൺസീൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ ലൈറ്റ് കളർ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ പി ലൂയിസിൻ്റെ പാലറ്റും അതുപോലെ നമ്മുടെ ഏതായിരുന്നു ഹുദേൻ്റെ ന്യൂഡ് പാലറ്റ് ഉണ്ട്, ആ 2 പാലറ്റും യൂസ് ചെയ്ത് ഒരു പിങ്ക് പോലത്തെ ഒരു കളർ, കുറച്ചൊരു ലൈറ്റിൽ നിന്ന് കുറച്ചൊരു ഉള്ളിലേക്ക് വരുമ്പം ഡാർക്കണായിട്ട് വരുന്ന പോലെ അങ്ങനെ ഒരു ഐസാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഈ 2 പാലറ്റിനകത്തുനിന്ന് ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഇതേ കണ്ണിൽ കുറച്ച് അതിൽ തന്നെയുള്ള പി ലൂയിസിൻ്റെ പാലറ്റിൽ തന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. ആ ഗ്ലിറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സെൻറ്റർ പോർഷനിൽ മാത്രം. പിന്നെ കണ്ണിൻ്റെ താഴത്തെ ഒരു എന്താ പറയുക ഇന്നർ കോർണറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെറുതായിട്ട്, ഇന്നർ കോർണർ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ആ ഒരു മിഡ് ഭാഗത്ത് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ബ്ലാക്ക് വെച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലാഷ് വെച്ച് കൊടുത്തു. ഈ ലാഷ് വന്നിട്ട് 52 ആണ് നമ്പർ വരുന്നത്. നമ്മുടെ യൂറോ പാരസിൻ്റെ ലാഷ് തന്നെയാണ് കേട്ടോ. പിന്നെ PSൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ എന്താ പറയുക ലാഷ് വെച്ചിട്ട് ആദ്യം നമ്മൾ വെച്ച് നോക്കി അവരുടെ സൈസ് നോക്കിയിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക. അതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഗ്ലൂ ചെയ്യും. അത് കുറച്ചും കൂടെ സ്റ്റിക്കായിട്ട് നിൽക്കാനാണ്. ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഈ കൺപീലി, എനിക്കും ഫസ്റ്റിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പീലിങ്ങനെ വിട്ട് വരുന്നത്. കാരണം അത് ഭയങ്കര ഫോട്ടോസും വീഡിയോസിലും ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ മേളിൽ കൂടെ ഒന്നും കൂടെ ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, ഒന്നുകൂടെ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് ഇരുന്നോളും, അത് അവിടെ നിന്ന് വിട്ട് വരത്തേയില്ല. നമുക്കത് തിരിച്ച് റിമൂവ് ചെയ്യാൻ തന്നെ അത്യാവശ്യം പാടാണ്. നമ്മൾ നല്ലപോലെ വലിച്ചാൽ മാത്രമേ അത് റിമൂവായി വരത്തുള്ളൂ. അത്രയ്ക്ക് നന്നായിട്ട് സ്റ്റിക്കായി നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഫേസ് പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. മോയ്സ്ചറൈസർ നമ്മുടെ മേക്സ് മിയാൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഒരു ചെറിയൊരു ഓയിലി പോലത്തെ സ്കിന്നായിരുന്നു, അതുകൊണ്ട് നമ്മൾ മേക്സ് മിയാൻ്റെ മോയ്സ്ചറൈസർ ഇട്ടു, ഹുദേൻ്റെ പ്രൈമർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊരു ഏരിയ ഒക്കെ കൺസീൽ ചെയ്യാനുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ കുറച്ചൊരു എന്താ പറയുക ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്നായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ സ്കിന്നല്ല, കുറച്ച് ടെക്സ്ചേർഡ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് ആളുടെ. അപ്പോൾ നമ്മളങ്ങനെ കൺസീൽ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇടാണ്. ഫൗണ്ടേഷൻ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഒരു കളറിലേക്ക് മാച്ച് ആവുന്ന പോലെയാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. ആൾക്ക് ചിലയിടത്തൊക്കെ ഡിസ്കളറേഷൻ ഉണ്ട്, ചിലയിടത്ത് നല്ല കളറും ഉണ്ട്. അപ്പം അതിലേറ്റവും കൂടുതൽ കളറുള്ള ആ ഒരു കളറാണ് നമ്മൾ നോർമലി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ.
അതുപോലെ ഫൗണ്ടേഷൻ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷാണ്. ഇതിൻ്റെ നമ്പർ എനിക്കൊന്ന് 211 ആണെന്ന് തോന്നുന്നുണ്ട്. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു നമ്പർ അതിൽ നിന്ന് മാഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 211 ആയിരിക്കണം, 211 ആവാനാണ് സാധ്യത. ഇതിന് ടാപ്പേർഡ് ആംഗിൾഡ് ബ്രഷ് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. നമ്മൾ അവരുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണത്. ഓക്കെ, അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡർ ഒന്ന് വെറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഹൈ എൻഡ്സിൽ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നാസിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യണത്. ഒരു ഷെയ്ഡ് ലൈറ്റൺ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും അതുപോലെ നോസ് ഏരിയ, ടീ സോൺ ഏരിയ, പിന്നെ നമ്മുടെ എന്താ പറയുക ചിന്നിൻ്റെ ഒരു ഏരിയ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൈലൈറ്റർ ഇടുന്ന ആ ഒരു ഏരിയാസ് ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനത് പൗഡർ സെറ്റ് ചെയ്യുന്നുണ്ട്. പൗഡർ സെറ്റ് ചെയ്യുന്നത് ഹുദേൻ്റെ പൗഡറാണ്. ഞാൻ കണ്ണ് സെറ്റ് ചെയ്തതും ഹുദേൻ്റെ പൗഡർ വെച്ചിട്ടാണ്. കുറേ നാൾ കൂടി നമ്മളിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ആകെ കൺഫ്യൂഷനാണ് കേട്ടോ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആകെ ഒരു കൺഫ്യൂഷൻ കേട്ടോ. പിന്നെ നമ്മളിത് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലഷ് നമ്മുടെ ടച്ചോ അങ്ങനെ എന്താണെന്ന് തോന്നി ബ്ലഷിൻ്റെ പാലറ്റിൻ്റെ വരെ കേട്ടോ. അതിനകത്തുനിന്ന് ഒരു ഷെയ്ഡാണ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൽ 2 ഷെയ്ഡ് എടുത്ത് മിക്സാക്കി ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലിപ്പൊന്ന് ലൈൻ ചെയ്തു. അതൊരു ന്യൂഡ് കളർ വെച്ചിട്ടാണ് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തത്. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് നമ്മൾ ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ വന്ന് നിൽക്കുന്ന പോലെ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഡാർക്കായിട്ടുള്ള കളറ് ബേസ് കൊടുത്താൽ കുറച്ചും കൂടെ ലിപ്സ്റ്റിക്ക് കൂടി ഇടുമ്പോഴത്തേക്കും ഡാർക്കാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അതുപോലെ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രഷ് വന്നിട്ടാണല്ലോ ഞാൻ ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണല്ലോ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് എക്സ്ട്രാ ഒക്കെ ആകുന്ന ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെബലൈൻ്റെ ഒരു എന്താ പറയുക ലിപ് ഗ്ലോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് PACൻ്റെ കാജലാണ്. അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡീപ്പായിട്ടൊന്നും ലൈൻ ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇൻഗ്ലോട്ടിൻ്റെ ഐ ജെല്ല് യൂസ് ചെയ്തിട്ട് ഒരു വിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ PAC തന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ണിൻ്റെ താഴെയൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ മാക്സിമം എഴുതി തന്നെ വിടാറുണ്ട്. കാരണം എപ്പോഴും എഴുതി കണ്ടിട്ട് അവർക്ക് എഴുതാതെ കാണുമ്പോൾ ഉറങ്ങിയൊരു ഫീൽ വരും, അതുകൊണ്ടാണ്. പക്ഷേ കണ്ണിൻ്റെ താഴെ എഴുതുന്നില്ല എന്നുള്ളവർക്ക് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. എഴുതണം എന്ന് പറയുന്നവർക്കാണ് കേട്ടോ നമ്മൾ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ താഴെ നമ്മൾ PAC വെച്ചിട്ടാണ് കാജൽ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വന്നിട്ട് മസ്കാര നമ്മുടെ മെബലൈൻ്റെ മസ്കാര ബെസ്റ്റ് മസ്കാരയാണ് കേട്ടോ. നല്ല മസ്കാരയാണ്. നമ്മൾ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നല്ല ഫിനിഷിങ്ങും നല്ല കേളിങ്ങും ആയിട്ട് കിട്ടും നമുക്ക്. അതപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കുറച്ചൊരു പൗഡർ എഫക്റ്റ് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മാക്കിൻ്റെ തന്നെ സ്പ്രേ അടിച്ചു കൊടുത്താണ് കേട്ടോ, നമ്മുടെ പ്രെപ്ലസ് പ്രൈം. പിന്നെ നമ്മൾ ഹൈലൈറ്റർ ഇട്ട് നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് സെറ്റിംഗ് സ്പ്രേയും കൂടെ ഫിക്സിങ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. PACൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ് കേട്ടോ. പിന്നെ നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു നെറ്റ് സാരി ആയിരുന്നു ആളുടെ വന്നിട്ട്. അപ്പം സാരി നമ്മൾ ഡ്രൈപ്പ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ട് മിറർ കിട്ടുന്ന പോലെ ഇരുന്നുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ മിറർ കാണാൻ പറ്റുന്ന പോലെ ആയിരുന്നു ബ്രൈഡിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നെക്ക് പീസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്രിംപ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്രിമ്പാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് ആദ്യം ചെല്ലുമ്പോൾ ക്രിംപ് ചെയ്ത് ഹെയർ വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുക. അപ്പം നമ്മൾ 2-3 പാർട്ടീഷൻ കാണിച്ചു കൊടുക്കും. സൈഡ് പാർട്ടീഷനും സെൻറ്റർ പാർട്ടീഷനും അതുപോലെ ബാക്കും എല്ലാം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ബ്രൈഡിന് ഏതാണോ കൂടുതൽ ഇഷ്ടം എന്നിട്ട് അതാണ് നമ്മൾ ചെയ്യുക. അപ്പം ഈ ബ്രൈഡിൻ്റെ വെഡ്ഡിങ്ങിന് ആൾ ഹിജാബാണ് റോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പാർട്ടീഷനായിരുന്നു ആൾക്ക് ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പാർട്ടീഷനാണ് ഇന്ന് മെഹന്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പാർട്ടീഷൻ നോക്കിയിട്ട് ഏറ്റവും നല്ല പാർട്ടീഷൻ അവരുടെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് ചെയ്യും. എന്നിട്ട് വേറൊരു പാർട്ടീഷൻ പിന്നെ ചേരുന്ന ഒരു പാർട്ടീഷൻ തലേദിവസം ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. ചില ബ്രൈഡ്സ് പിന്നെ രണ്ടിനും ഒരേ പാർട്ടീഷൻ മതി എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ലുക്കിൽ വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല. അതുകൊണ്ടാണ് 2 ദിവസം നമ്മൾ 2 പാർട്ടീഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആൾക്ക് നാളെ ഹിജാബ് ആയതുകൊണ്ട് നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ ആയിരുന്നു നന്നായിട്ട് ചേരുന്നത്. സോ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തു, എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു.
ആൾക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ എക്സ്റ്റൻഷനും അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് കേട്ടോ വെച്ച് കൊടുത്തത്. പിന്നെ 2 മാല ഉണ്ടായിരുന്നു, അത് രണ്ടും പെയർ ചെയ്തു. പിന്നെ നമ്മൾ ഈ നെറ്റിച്ചുട്ടീൻ്റെ അടിയിലൊക്കെ ഗ്ലൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതിന് ഗ്ലൂ ഡ്രോപ്സ് എന്നാണ് പറയുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കത്തൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ടൈം നിൽക്കും. പിന്നെ നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു പോർഷനിൽ തന്നെ നിന്നോളൂ കേട്ടോ. പിന്നെ ഞാനൊന്ന് ഷൈനിങ് സ്പ്രേ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം, ഒന്ന് ഷൈനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തായിരുന്നു കേട്ടോ. ടാർട്ടിൻ്റെ ആണ് ഞാൻ ഷൈനിങ് സ്പ്രേയും സെറ്റിംഗ് സ്പ്രേയും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൽ ഷോൾ വെച്ച് കൊടുക്കുകയാണ്. ഷോൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ സ്ലൈഡ് ചെയ്താണ് കേട്ടോ കൊടുക്കുക. അപ്പം വെയിറ്റുള്ള ഷോളാണെങ്കിൽ നമ്മൾ ബാക്കിലൊരു പഫ് കൊടുത്തിട്ട് അതിലേക്കായിരിക്കും സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്ലൈഡ് ചെയ്യായിരിക്കും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഗുച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക്. നമുക്ക് ലൈറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഒരു യെല്ലോയിഷ് ഫീൽ വരുന്നത് കേട്ടോ. നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് തന്നെ ആയിരുന്നു വന്നിട്ട്. അപ്പം നമുക്ക് കൈ കാണുമ്പോൾ തന്നെ കയ്യിൽ തന്നെ ഒരു യെല്ലോയിഷ് ടോണാണ്. കുറച്ചൊരു വൈറ്റ് ടോണായിരുന്നു. നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഒരുപാടൊന്നും സംസാരിക്കാത്ത ഒരു നല്ലൊരു ബ്രൈഡായിരുന്നു കേട്ടോ ആൾ വന്നിട്ട്. അപ്പോൾ നമ്മൾ ചിരിപ്പിക്കാനും സംസാരിപ്പിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നമ്മൾ ഉടനെ തന്നെ ആളുടെ വെഡ്ഡിങ് ലുക്കും ഇടുന്നുണ്ടാവും. ആളുടെ വെഡ്ഡിങ്ങിന് ഹിജാബ് റോൾ ചെയ്യുന്ന വീഡിയോയും നമ്മൾ ഇൻഷാല്ലാ ഉടനെ ഇടുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ബ്ലെൻഡർ എങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും കണ്ണിൻ്റെ ഒക്കെ താഴെയൊക്കെ ലൈൻസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെൻസ് എങ്ങനെ അതാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. ലെൻസ് എങ്ങനെ ഊരാന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ലെൻസ് എങ്ങനെ ഊരണം, അതുപോലെ സ്പഞ്ച് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മളൊരു സ്പഞ്ച് ഓർഡർ ആയി കൊടുക്കുന്നുണ്ട്, അത് വെച്ച് നമ്മളിങ്ങനെ ഡാബ് ചെയ്യാനാണ് പറയാറ് കേട്ടോ ബ്രൈഡ്സിനോട്. അല്ലാണ്ട് ടിഷ്യൂസൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആൾക്ക് മേക്കപ്പൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ആൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ആളുടെ അടുത്തേക്ക് ചെല്ലണമായിരുന്നു. നമ്മളപ്പം വാക്കൊക്കെ കഴിഞ്ഞൊരു 5-5:30 ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.